വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഈ സദ്യയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പച്ചടി. നമ്മളെപ്പോഴും വെള്ളരിക്ക പച്ചടി അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടി അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ട് പച്ചടി ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ആ സദ്യയുടെ ആ ഇലയിലിങ്ങനെ എടുത്ത് വെക്കുമ്പോഴൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനം ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ബീട്രൂട്ട് ഉണ്ടല്ലോ നല്ല കളറുള്ള ബീട്രൂട്ട് ആയിരിക്കണം. ചില ബീട്രൂട്ട് നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അകത്ത് വെള്ള പോലെ വരും. ആ ബീട്രൂട്ട് കൊള്ളത്തില്ല കേട്ടോ, അത് എടുക്കരുത്. ഇതുപോലെ നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കണം, എന്നാലേ ആ കറിക്ക് ഒരു ഭംഗിയും ടേസ്റ്റും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ വേണ്ടുന്നത് ചെറിയൊരു പീസ് ഇഞ്ചി, ചെറിയ പീസ് മതി കേട്ടോ. ഈ ബീട്രൂട്ട് ഒരു 1/4 കിലോ ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് 2 പച്ചമുളകാണ്. ഇത് എരിവുള്ള പച്ചമുളക്, അതുകൊണ്ട് 2 ഞാൻ ഇട്ടേക്കുന്നത്. അധികം എരിവില്ലാത്തതാണെങ്കിൽ 3 പച്ചമുളക് ചേർക്കാം. പിന്നെ നമുക്ക് 1/2 കപ്പ് തൈര് വേണേ. ഇത് ആണേലും ഒരുപാട് അങ്ങ് പുളിയുള്ളതും ആകരുത്, തീരെ പുളിയില്ലാത്തതും ആകരുത്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ. പിന്നെ നമുക്ക് ഒരു സ്വല്പ ജീരകം കൂടെ വേണേ. നമ്മളിത് ഈ അരയ്ക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടണേ. ഈ പച്ചമുളകും ഈ ഇഞ്ചിയും കൂടെ ചെറിയ ജാറിലല്ലേ നമ്മൾ അരയ്ക്കുന്നത്, അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചേ അരയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ ചാടി വരും. ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം അരയ്ക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു സ്വല്പം കൂടെ വെള്ളം ആഡ് ചെയ്താൽ മതിയേ. അപ്പൊ ഇത് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഒന്നീ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കട്ടറിലേക്ക് ഇതങ്ങിട്ട് കൊടുത്തിട്ട് ഇത് ഞാനൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊണ്ടുവരാവേ. എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. നമ്മൾ ആ ബീട്രൂട്ട് ഉണ്ടല്ലോ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വളരെ പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. നമ്മൾ വെജിറ്റബിൾ കട്ടറിൽ എടുക്കുവാണേ ഇതുപോലെ അരിഞ്ഞെടുക്കാവേ. പിന്നെ നമ്മൾ ആ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു സ്വല്പ കടുക് ഞാൻ ചേർത്ത് കൊടുക്കുവേ. ആ തേങ്ങ അരച്ചതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് മതി, 1/2 ടീസ്പൂൺ. അതും കൂടെ എടുത്തിട്ട് ഒന്ന് കറക്കി എടുക്കും. അത് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. അതുപോലെ ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ഇതുപോലെ ഒരു പാനിലേക്ക് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാവേ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി, ഇത് വെന്ത് കിട്ടിക്കോളും. ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാവേ. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വേവാൻ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തേന് കണ്ടോ ആ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് വേവുകയും ചെയ്യും 4 മിനിറ്റ് കൊണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തീരെ പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇത് കുക്കാവും. ഈ വെള്ളം എല്ലാം വറ്റി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണേ. സ്വല്പ വെള്ളം ഇതിനകത്ത് ഒഴിച്ച് ഇതിനകത്ത് ചേർക്കുക. ഒരുപാട് വെള്ളമാകരുത്, ഒരു ടേബിൾ സ്പൂൺ വെള്ളമേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി എടുക്കാമെങ്കിലുണ്ടല്ലോ ആ അരപ്പ് മുഴുവൻ നമുക്കിങ്ങനെ കിട്ടും. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു കറിയാണ്, അത് കാരണം നമുക്ക് കാണാനും നല്ല ഭംഗിയല്ലേ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സിമ്മി വെച്ചിട്ട് ഞാനൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും. അന്നേരത്തേന് നമ്മുടെ ഈ അരച്ച തേങ്ങയുടെയും ആ ഒരു പച്ചമുളകിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് മാറിക്കിട്ടും, ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കിട്ടണേ. അപ്പൊ നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാവേ. നമ്മൾ ഇതിവിടെ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ്, തേങ്ങയല്ല തേങ്ങ അരച്ചത്, പച്ചമുളക്, തേങ്ങ, ഇഞ്ചി, ജീരകം ഇതെല്ലാം കൂടെ അരച്ച അരപ്പ് ഇട്ടിട്ട് 2 മിനിറ്റ് ആയി. ഇപ്പോഴത്തേനുണ്ടല്ലോ ആ ഒരു അരപ്പിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം ഒന്ന് ഉപ്പ് നോക്കണേ. ഉപ്പുണ്ട്. ഇനി തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണേ. ഇപ്പൊ ഇത് നന്നായിട്ട് വെന്ത് ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാം മാറി വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് കണ്ടോ. ഇപ്പൊ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവേ. ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ചൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷമേ നമ്മൾ തൈര് ഒഴിക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഈ തൈര് ഒരുമാതിരി പിരിഞ്ഞു പോകുന്ന പോലെ നമുക്ക് തോന്നും. ഇതൊന്ന് തണുത്തോട്ടെ. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തൈരും കൂടെ ആഡ് ചെയ്ത് കടുക് പൊട്ടിച്ചിട്ടാൽ മതിയേ. നമ്മളിതിവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. അപ്പൊ ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ തൈര് അങ്ങോട്ട് ആഡ് ചെയ്യാം. തൈര് ഞാൻ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കരുത്, ഒരു മീഡിയം
പുളിയുള്ളതേ എടുക്കാവുള്ളൂ. എന്നാലേ ആ ഒരു പച്ചടിക്ക് ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ സമയത്ത് നമ്മൾ ഒന്നും കൂടി ഉപ്പ് നോക്കണം, കാരണം ഈ തൈരിൻ്റെ പുളിയൊക്കെ കയറിയതല്ലേ. അപ്പം കറക്റ്റ് ഉണ്ടോ എന്നൊന്ന് നോക്കണേ. സ്വല്പം കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇടണേ. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ. അപ്പം നമ്മൾ എന്തെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു തരുമ്പോഴും അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ചാനൽ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തോണേ. ഇത് നന്നായിട്ട് മിക്സായി. ഇപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ചിട്ടാൽ മതി. നമ്മൾ ഈ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുള്ളേ. നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് നല്ലത് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. നമ്മളൊരു 1/4 ടീസ്പൂണോളം കടുക് നേരത്തെ ആ തേങ്ങയിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണേ. ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് മുറിക്കുക. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കണം. അത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണേ. അടിപൊളി ടേസ്റ്റിലുള്ള ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് ആക്കി കാണിക്കാം. നമ്മുടെ ഓണസദ്യക്ക് പറ്റുന്ന നല്ല അടിപൊളി ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. എൻ്റെ അടുക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്